ഇടുക്കി അടിമാലി ഗ്രാമപഞ്ചായത്തിലെ പഴമ്പള്ളിച്ചാൽ മേഖലയിൽ കാട്ടാന ശല്യം അതിരൂക്ഷം. വേനൽക്കാലത്തോടെ കാട്ടാനകൾ ജനവാസ മേഖലയിലേക്ക് കൂടുതലായി ഇറങ്ങുന്ന സ്ഥിതിയാണ്. കാട്ടാനകളെ പ്രതിരോധിക്കാൻ നടപ്പാക്കുമെന്ന് പറഞ്ഞ പദ്ധതികളൊന്നും യാഥാർത്ഥ്യമായിട്ടില്ലെന്നാണ് പ്രദേശവാസികളുടെ പരാതി. വനാതിർത്തിയോട് ചേർന്ന് കിടക്കുന്ന പ്രദേശമാണ് അടിമാലി ഗ്രാമപഞ്ചായത്തിലെ പഴമ്പള്ളിച്ചാൽ മേഖല. വേനൽ കനത്തതോടെ ഇവിടെയും കാട്ടാനശല്യം രൂക്ഷമായി. തീറ്റ തേടി കാട്ടാനകൾ കൂടുതലായി കാടിറങ്ങി തുടങ്ങിയതോടെ പഴമ്പള്ളിച്ചാൽ മേഖലയിലെ ആളുകളുടെ ജീവിതം ദുസ്സഹമാണ്. വീടുകൾക്കരികിൽ വരെ കാട്ടാനകൾ എത്തുന്ന സ്ഥിതിയുണ്ട്. ഏതു സമയവും കാട്ടാനകളുടെ സാന്നിധ്യം ജനവാസ മേഖലയിൽ ഉണ്ടാകുമെന്ന ആശങ്ക ആളുകളുടെ ജീവിതം ദുസ്സഹമാക്കുന്നു. ഇവിടെ ഈ ഇവിടം വരെ ഞങ്ങളുടെ മുറ്റത്ത് ഇവിടം വരെ ആന വരും. പെൻസിലിംഗ് ഇടാന്ന് സർക്കാരിൽ നിന്ന് പറയുന്നല്ലാണ്ട് പെൻസിലിംഗ് ഇടുന്നുമില്ല. അതിനെപ്പറ്റി ഒരു തീരുമാനം പോലും ഇല്ല. ഇവിടുത്തെ പഞ്ചായത്ത് മെമ്പറും നമ്മുടെ എം പിയോട് എല്ലാം ആവശ്യപ്പെട്ട് അവർ സംവിധാനം ചെയ്യാമെന്ന് തീരുമാനം ഉണ്ടാക്കാമെന്നൊക്കെ പറയുന്നില്ല. അല്ലാതെ പറഞ്ഞിട്ടുണ്ട്, പോസ്റ്റ് ഓഫീസിൽ നിന്ന് പറഞ്ഞിട്ടുണ്ട്. അത്രയൊക്കെ ഉള്ളൂ. ഞങ്ങൾക്ക് ഇവിടെ ഒരു രാത്രി ആയാൽ പുറത്തേക്ക് ഇറങ്ങാൻ പറ്റില്ല. രാവിലെ ഒരു 6 മണി കഴിഞ്ഞിട്ട് 6 മൈലിലേക്ക് നടന്നു പോകാൻ പറ്റില്ല. വണ്ടിയെ പോലും പോകാൻ പറ്റുന്നില്ല. അതാണ് ഇവിടുത്തെ അവസ്ഥ. പിള്ളേരൊക്കെ ആണെങ്കിൽ രാവിലെ പോകുമ്പോൾ സ്കൂൾ വണ്ടി വരെ ആന തടയുന്നു. അങ്ങനെയുള്ള സംവിധാനമൊക്കെയാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. കാടിറങ്ങിയെത്തുന്ന കാട്ടാനകൾ പലപ്പോഴും വലിയ തോതിൽ നാശം വിതച്ചാണ് തിരികെ കാട് കയറുന്നത്. കൃഷിജോലികൾക്കായി വനാതിർത്തിയോട് ചേർന്ന കൃഷിയിടങ്ങളിൽ കർഷകരെത്തുന്നത് കാട്ടാനകളെ ഭയന്നാണ്. കാട്ടാനകളെ പ്രതിരോധിക്കാൻ നടപ്പാക്കുമെന്നറിയിച്ചുള്ള പദ്ധതികളൊന്നും യാഥാർത്ഥ്യമായിട്ടില്ലെന്നാണ് പ്രദേശവാസികളുടെ പരാതി. ഈ പദ്ധതികൾ നടപ്പിലാക്കി പ്രദേശത്തെ കാട്ടാനശല്യത്തിന് അറുതി വരുത്തണമെന്നാണ് ആവശ്യം. കേരള വിഷൻ ന്യൂസ്, ഇടുക്കി.